പൊന്നു സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയ 1-ാം തീയതി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഫാ മലന്റെ മേലെ കയറിയിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ തായിഫിലേക്ക് പോയിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഖാറു സൗറിൽ കൂടിയിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഖുബായിലെത്തിയപ്പം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് മദീനയിലെത്തിയപ്പം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് ബദ്റിലേക്ക് പോയിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉഹുദിൽ പോയിട്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖന്ദഖിലും ഹുദൈബിയയിലും ഫതൂഹ എല്ലായിടത്തും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം മക്കം ഫതഹിന് മക്കത്ത് പോയിട്ടും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം ഹജ്ജിന് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ്. തിരിച്ചു വന്ന് സൂക്കേട് പിടിച്ച് കിടന്നു, പനി പിടിച്ച് കിടന്നു, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് മിമ്പറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഫാത്തായിക്കൊണ്ടേ ഇരിക്കുമ്പോഴും അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ എല്ലാവരും പറയുന്നു ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം. ഉസ്താദ് ഈ അമേരിക്കയും റഷ്യയൊന്നും പറയാൻ അറിയില്ല. വല്ലാഹി എനിക്കറിയില്ല.